അപ്പോൾ ഇന്ന് നമുക്ക് നല്ല പുതിയൊരു പലഹാരം പരീക്ഷിച്ച് നോക്കാം. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് വേണം, ഒരു മീഡിയം ടൈപ്പ് ഉരുളക്കിഴങ്ങ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഉരുളക്കിഴങ്ങൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിയണം കേട്ടോ. അപ്പം ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിയുന്നൊരു മെഷീൻ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടോ അരിയാൻ പോകുന്നത്. നൈസായിട്ട് വളരെയധികം ചെറിയ രീതിയിൽ അരിയുന്നത്. പിച്ചാത്തി ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം. ഇത് തന്നെ വേണമെന്നില്ല, പിച്ചാത്തി ഉപയോഗിച്ച് കനം കുറച്ച് അരിഞ്ഞാൽ മതി. ഇനി 2 സവാളയും കൊടുത്തിട്ടുണ്ട്, ചെറിയ 2 സവാള. ഇതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. സവാള കുറച്ച് കൂടുതൽ നിൽക്കണം, ഉരുളക്കിഴങ്ങിനേക്കാളും കുറച്ച് കൂടുതലായിരിക്കണം സവാള. ഇത് നമുക്ക് മെഷീനകത്ത് വെച്ച് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഇത്രയും അരിഞ്ഞെടുത്തിട്ടുണ്ട്, നല്ല നൈസായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം മുങ്ങി നിൽക്കാൻ പരുവത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിട്ടൊന്ന് കലക്കണം. കൈ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് കലക്കിയിട്ട് ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കണം. പിഴിഞ്ഞ് ഇതിനകത്ത് വെള്ളം പൂർണ്ണമായിട്ട് കളയണം. ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കൈ ഉപയോഗിച്ച് ഇതേപോലെ ഒന്ന് പിഴിയണം. എന്നിട്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കണം. ഈ ഓൾറെഡി അടുപ്പത്ത് വെച്ചിരിക്കുന്ന പാത്രമാണ്, ചൂടായ പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. കുറച്ച് നേരം ഇതേപോലെ ഇട്ട് നമുക്കൊന്ന് ചൂടാക്കണം. അപ്പോൾ ഇത് നല്ലപോലെ വാടി വരും. ഇതേപോലെ ഒന്ന് വാടി വരും. ഈ ഒരു പരുവം വരെ നമുക്ക് ആക്കിയെടുക്കണം. ഇനി നമുക്കത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ ഒരു പാത്രത്തിലോട്ട് നമ്മൾ വെള്ളം പറ്റിച്ച് വെച്ചേക്കുന്നത് അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് ഇഞ്ചി, കറിവേപ്പില, അതുപോലെ പച്ചമുളക്, ഒരു പച്ചമുളക് കേട്ടോ, ഇത് കുറച്ച് മാത്രം ഇട്ട് കൊടുക്കാം. അതുപോലെ മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം, അതുപോലെ മുളക് പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഗരം മസാല ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇതേപോലത്തെ മൈദാപ്പൊടി കേട്ടോ ചേർക്കുന്നത്, ഒരു വലിയ സ്പൂൺ. ഇതും കുറച്ച് ചേർത്താൽ മതി, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സ്ഥലത്തും പറ്റുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൈ ഉപയോഗിച്ച് കുഴച്ചാലും മതി, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കുഴച്ചാലും മതി, എങ്ങനെയാണേലും മതി. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവൂ, ഒത്തിരി വെള്ളം ഒഴിക്കരുത്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒരുപാട് പൊടി നമുക്ക് ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ എടുക്കുന്ന ആ ഒരു സവാളയ്ക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യത്തിനുള്ള പൊടി ഇട്ടാൽ മതി. ഒരുപാട് കൂടുതലായിട്ട് പൊടി നിൽക്കാൻ പാടില്ല, പൊടി കുറച്ച് മാത്രമേ ചേർക്കാവൂ. അങ്ങനെ ചേർത്താലേ നമ്മുടെ പലഹാരം റെഡിയാകത്തുള്ളൂ. ഇല്ലെങ്കിൽ മാവ് കൂടുതലായി പോവും, അകം വേഗത്തുമില്ല. നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ കുഴച്ച് വെച്ചത്, ഇത് അധികം നേരം കുഴച്ച് വെച്ചില്ല കേട്ടോ, കുറച്ച് നേരമേ വെച്ചുള്ളൂ. ഇനി എടുത്ത് ചെറിയ ബോളുകളാക്കി കൈ വെച്ചിട്ട് ഇഷ്ടമുള്ള രൂപത്തിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ആക്കിയെടുത്തേക്കുന്നത്. ഇനി തീ കുറച്ച് വെച്ച ശേഷം ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത്, തീ കുറച്ച് വെച്ചിട്ട് ശേഷം മാത്രം ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ ഏകദേശം ഒരു ഉരുളക്കിഴങ്ങും 2 സവാളയിൽ നിന്നും 6 എണ്ണമാണ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കണക്ക് മനസ്സിലായി കാണും. തീ കുറച്ച് വെച്ച് തന്നെ ചുട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. തീ കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോവും. വെളിഭാഗം കരിഞ്ഞു പോവും, അകം വേഗത്തുമില്ല. അതുകൊണ്ട് തീ ഒരു മീഡിയം ഫ്ലെയിം അല്ലെങ്കിൽ അതിലും കുറച്ച് വെച്ചതിന് ശേഷം മാത്രം നിങ്ങളിതുപോലെ ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു സൈഡ് വെന്തിട്ടുണ്ട്, നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരു സൈഡ് നല്ലപോലെ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കോരിയെടുക്കാം. എണ്ണ ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ, ഒരു തുള്ളി എണ്ണ പോലും ഇതിനകത്ത് പിടിച്ചിട്ടില്ല. നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്, നല്ല കരിമുരാന്നിരിപ്പുണ്ട്. അതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങും സവാളയും വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതെനിക്കിൻ്റെ സൗണ്ട് നോക്കി നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് സമയം എടുത്തിട്ടും ഇതാ ഇങ്ങനെ ആയിരിക്കുന്നുള്ളൂ. എണ്ണയില്ല, എണ്ണ പിടിച്ചിട്ടേ ഇല്ല ഇതിനകത്ത്. ഉരുളക്കിഴങ്ങും സവാളയാണെന്ന് പറഞ്ഞാൽ എണ്ണ പിടിക്കുമെന്നാണ്, അങ്ങനെ പിടിക്കത്തില്ല, ഒട്ടും എണ്ണ പിടിച്ചിട്ടില്ല. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും.